ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഏരിയയിലേക്ക് നോക്കണ്ട. സോ ഹലോ ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതായത് ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ആസ് എ കണ്ടന്റ് എന്ന നിലയിൽ, വീഡിയോ എന്ന നിലയിൽ ഇതെൻ്റെ ഫസ്റ്റ് കണ്ടന്റാണ്. സോ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എന്ന സാധനം എന്നെ എങ്ങനെയൊക്കെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ബാധിച്ചു. ആസ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന നിലയിൽ എന്നെ എൻ്റെ ഡെവലപ്മെൻറ്റ് ജേണിയിൽ എങ്ങനെയൊക്കെ ബാധിച്ചു, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ പോസിറ്റീവ് പറയാം. അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ലോജിക്കെല്ലാം ആലോചിച്ച് പണ്ടൊരു എറ ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും എറർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാക്ക് ഓവർഫ്ലോയിലൊക്കെ പോയി ഗൂഗിൾ ഫുള്ള് തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ ഫിക്സ് ചെയ്തിരുന്ന ഒരു എറ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. എന്തുണ്ടെങ്കിലും എഐനോട് പറഞ്ഞാൽ മതി. അതായത് പണ്ട് ഞാൻ ലോജിക്ക് എഴുതി ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ തന്നെ കോഡ് എഴുതി ചെയ്തിരുന്ന സാധനം ഇന്ന് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ എഐനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. പക്ഷേ ഇത് ചെയ്തു തരുന്ന കോഡ് നമ്മൾ വെരിഫൈ ചെയ്യണം. കാരണം ഇതിൽ ലോട്ട്സ് ഓഫ് ബഗ്സും അതുപോലെ ഫങ്ഷനാലിറ്റി ഒക്കെ ഡിഫറൻ്റ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ കോഡ് ചെക്ക് ചെയ്ത് നമ്മൾ തന്നെ അത് ചെയ്യണം. നമ്മൾ തന്നെ അത് ഫിക്സ് ചെയ്യണം. എന്നിരുന്നാലും ഓൾമോസ്റ്റ് ഓക്കെയാണ്. സംടൈംസ് അത് ഓരോ എഐനനുസരിച്ചിരിക്കും. ഞാനിപ്പം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ആൻറ്റി ഗ്രാവിറ്റിയാണ്. അത് ഓക്കെ, ഏറെക്കുറെ ഓക്കെയാണ്. ആസ് എ ഐ ഡി ഞാൻ യൂസ് ചെയ്യുന്നത് ആൻറ്റി ഗ്രാവിറ്റിയാണ്. അത് ഓക്കെയാണ് എനിക്ക് ഓൾമോസ്റ്റ്. എന്നിരുന്നാലും ഇത് ബഗ്ഗുകൾ ഉണ്ടാക്കാറുണ്ട്, കോഡുകൾ തെറ്റ് ചെയ്താറുണ്ട്. ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ എഐൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ഈ പറഞ്ഞ കണക്ക് കോഡ് എഴുതി ചെയ്യുന്ന അത്രയും സമയം എനിക്ക് ലാഭം കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും ചെയ്യണം. ഇതിനോട് പറഞ്ഞാൽ മതി, ഇത് ചെയ്തോളും. ഇതിനോട് എന്ത് വേണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്തോളും. അപ്പം അവിടെ ഞാൻ പണ്ട് ഒരിക്കൽ അത് ചെയ്യാൻ 4 മണിക്കൂർ എടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് 10 മിനിറ്റ് മതി. പക്ഷേ സംടൈംസ് അത് ഈ പണ്ട് 4 മണിക്കൂർ എടുത്തിരുന്ന സാധനം എഐനെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ സംടൈംസ് അത് ഞാൻ തന്നെ ചെയ്താൽ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം എടുക്കാറുണ്ട്. സംടൈംസ് അങ്ങനെയും ചെയ്യാറുണ്ട്. ഈ എഐ ഭയങ്കര ട്രിക്കിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറേ ഹാലൂസിനേറ്റ് ചെയ്ത് അങ്ങനെ. അപ്പോൾ അത് പോസിറ്റീവ്. ഇനി നെഗറ്റീവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കില്ലെല്ലാം പോയി. അതെ, അതായത് പണ്ട് എല്ലാം എനിക്കിപ്പോൾ ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് എന്താണെന്നും റിക്വയർമെൻറ്റ് എന്താണെന്നും എല്ലാം ഞാൻ തന്നെയായിരുന്നു ചിന്തിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ വന്നതോടുകൂടി എഐ വന്നതോടുകൂടി എൻ്റെ ലോജിക്കെല്ലാം എനിക്ക് മിസ്സായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എഐ ഡിപ്പെൻഡ് ചെയ്യണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കമ്പനീസ് എല്ലാം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പുഷ് ചെയ്യുന്നതും. കാരണം നീ ചിന്തിക്കണ്ട, നീ എഐനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ മതി. അതായത് പണ്ട് എസ്റ്റിമേഷൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ടാസ്ക് ചെയ്യാൻ ഇത്ര നേരം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്റ്റിമേഷൻ കൊടുക്കും. പക്ഷേ ഇപ്പം അതില്ല. ഇപ്പം എഐ ഉള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. ഓഫ് കോഴ്സ് എന്തായാലും ഇത് വന്നതോടുകൂടി കുറേ പേരുടെ ജോലി പോകും. അത് എൻ്റെയും ജോലി പോകും, ഉറപ്പാണ്. കുറേ പേരുടെ ജോലി പോകും. അത് നമുക്കൊന്നും ചെയ്യാനില്ല. അത് ഇതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാവുന്ന കുറച്ച് ആളുകളെ മാത്രം മതിയാവും കമ്പനീസിന്. അതായത് ഓഫ് കോഴ്സ് നമ്മൾ ഒരു 2 ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇത് വിത്തിൻ മിനിറ്റ്സ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ അതല്ലേ കമ്പനികൾക്ക് ലാഭം. അപ്പോൾ അവരങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. സോ എന്തായാലും ഇതുണ്ടാവും, ലേ ഓഫ് ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. എൻ്റെ ജോലിയും പോകും, ഉറപ്പാണ്. അപ്പോൾ ഫ്രഷേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിനി കോഡ് പഠിച്ച് ഡെവലപ്മെൻറ്റിലേക്ക് ഇറങ്ങാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ഇനി എഐനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാവുന്നവരെ മതി. അല്ലാണ്ട് കോഡും ഇതൊന്നും ഫുൾ അറിയാവുന്നവരെ വേണം എന്നില്ല. പക്ഷേ ഒരു എക്സ്ട്രീം കഴിയുമ്പോൾ ഉറപ്പാണ് ഇവർ ഈ എഐസ് എല്ലാം തന്നെ റേറ്റ് കൂട്ടും. അതല്ലേ ക്രെഡിറ്റ്സ് നമ്മൾ എടുക്കുന്നതനുസരിച്ച് പെട്ടെന്ന് തീരുന്ന രീതിയിൽ ആക്കും. കാരണം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഹ്യൂജ് ആണല്ലോ എഐയുടെയൊക്കെ. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് ഇനിയിപ്പം ചാൻസസ് കുറവായിരിക്കും. കാരണം ഇതിനെപ്പറ്റിയുള്ള അറിവുള്ളവരെ മതിയായിരിക്കും. അതർവൈസ് ഒരു കമ്പനിയും ചെറിയ സമയം കൊണ്ട് ചെയ്ത് തരുമെന്നുണ്ടെങ്കിൽ എന്തിനാണ് എല്ലാ ഡെവലപ്പേഴ്സിനെയും കീപ്പ് ചെയ്യുന്നത്? നിങ്ങൾ ആരെങ്കിലും ഈ ഡെവലപ്മെൻറ്റ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആട്ടോ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ചിലർക്ക് ഈ എ ഐ എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ്. പക്ഷേ നമ്മളല്ല അവിടെ വളരുന്നത്, എ ഐ ആണ് എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വളരുന്നില്ല. അത് എൻ്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നിങ്ങൾ ആലോചിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്.
എപ്പോഴാണ് പണി പോകുന്നതെന്ന് അറിയത്തില്ല. ഉടനെ എന്തായാലും പോവും. അപ്പം AI ശരിക്കും നല്ലതാണ്, പക്ഷെ എല്ലാവർക്കും നല്ലതല്ല. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ.